Guys, this is day 2. Yo banza kitena mokili O bali kakase yo moko. രാവിലെ നമ്മൾ നല്ല വടയും ചമ്മന്തിയും സാമ്പാറും. വട, ഇഡ്ഡലി, പീക്ക്. അങ്ങനെ ഫുഡ് കഴിച്ച് ഊട്ടിന്ന് പുറപ്പെട്ട നമ്മള് റോഡിലെ കുതിരകളെ കണ്ടിട്ട് ഒന്ന് ഫോട്ടോ എടുക്കാൻ നിർത്തിയതാണ്. ഇവന്മാർക്കൊരു വികാരം ഇല്ലടാ. ഗൈസ്, നിങ്ങളിപ്പോൾ എൻ്റെ പുറകെ കാണുന്ന സ്ഥലമാണ് ഊട്ടിയിലെ പ്രശസ്തമായ ഹങ്കർ ഫോർട്ട് ടീ എസ്റ്റേറ്റ്. ഇതാ ഈ കാണുന്ന പ്രൈവറ്റ് പ്രോപ്പർട്ടി കയറിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് 100 രൂപയാണ് ടിക്കറ്റ്. നമ്മൾ 7 പേർക്കും കൂടി 700 രൂപ പറഞ്ഞുകൊണ്ട് 7 കൂടി 200 റുപ്യക്ക് തരുമെന്ന് വെച്ചപ്പോൾ അവർ തരില്ല പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഉള്ളിൽ കയറിയിട്ടില്ല. പക്ഷേ ഉള്ളിൽ കയറാത്തതുകൊണ്ട് നമുക്ക് യാതൊരു റിഗ്രറ്റും ഇല്ല. കാരണം എന്താ വെച്ചാൽ പുറത്തുള്ള സ്ഥലങ്ങൾ തന്നെ അടിപൊളിയായിരുന്നു. ആക്ച്വലി നമ്മൾ ഈ ഹങ്കർ ഫോർട്ടിന്റെ ഉള്ളിൽ ഒരു വീടും കാര്യങ്ങളെല്ലാം ആയിട്ട് ഒരു എസ്റ്റേറ്റ് അടിപൊളി സ്ഥലമുണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് കയറാൻ പോയപ്പോൾ പെർ ഹെഡ് 100 രൂപ വേണമെന്ന് പറഞ്ഞു. അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് നമ്മൾ അതിന്റെ ഉള്ളിൽ കയറിയിട്ടില്ല. നമ്മൾ ഇതിന്റെ പുറത്ത് നിന്ന് കുറച്ച് സ്റ്റിൽസും കാര്യങ്ങളും സംഭവങ്ങളെല്ലാം ആയിട്ട് മുന്നോട്ട് പോകേണ്ട പ്ലാനാണ്. ആക്ച്വലി നിങ്ങൾ ഊട്ടി വരുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താണ് നമ്മളെ നോർമൽ ബൊട്ടാണിക്കൽ ഗാർഡൻ പരിപാടി പിടിക്കാണ്ട് ആക്ച്വലി ഇങ്ങനെ ഉള്ളോട്ടിലെ കുറച്ച് ഗ്രാമങ്ങൾ പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിരിക്കും, നിങ്ങൾക്ക് വർത്ത് ആയിരിക്കും. എനിക്കൊന്ന് കുറച്ചുകൂടി നമ്മൾ വന്ന സീസൺ കുറച്ച് ഓഫ് സീസൺ ആയി പോയി എങ്കിലും തണുപ്പുണ്ട്. പക്ഷേ എല്ലാ ടൈമും ഇല്ല. ഇവിടെ എല്ലാ സമയവും തണുപ്പ് കിട്ടുന്ന ഒരു സമയത്താണ് നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ യു വിൽ ഹാവ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ ഊട്ടി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഊട്ടിയിലെ പ്രശസ്തമായ ഹങ്കർ ഫോർട്ട് ടീ എസ്റ്റേറ്റിലാണ്. ഊട്ടി ടൗണിൽ നിന്ന് വളരെ അടുത്തായി ഫേൺ ഹിൽ പ്രദേശത്താണ് ഈ മനോഹരമായ ടീ എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്തെ പ്രധാന ഉപജീവന മാർഗം തേയില കൃഷിയാണ്. നിരവധി കുടുംബങ്ങൾ തലമുറയായി ടീ എസ്റ്റേറ്റുകളിൽ ജോലി ചെയ്താണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ തൊഴിലാളികൾ കൈകൊണ്ട് തേയിലകളുടെ ഇളം ഇലകൾ പറിച്ചെടുത്ത് ഫാക്ടറികളിലേക്ക് എത്തിക്കുന്നു. ചുറ്റും കാടുകൊണ്ട് മൂടപ്പെട്ട ഈ വില്ലേജിൽ താമസിക്കുന്നത് മുഴുവനും തോട്ടം തൊഴിലാളികളാണ്. നമ്മൾ ഗ്രാമങ്ങളിലൂടെ ഉൾക്കാട്ടിലേക്ക് നടന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെ സ്ഥിരമായി പുലി ഇറങ്ങാറുണ്ട് എന്നുമാണ്. ഊട്ടിയിൽ പോകുന്നവർക്കുള്ള ഒരു നല്ല അനുഭവം തന്നെയായിരിക്കും ഹങ്കർ ഫോർട്ട് ടീ എസ്റ്റേറ്റും അവിടുത്തെ ആൾക്കാരും അതിനു ചുറ്റുമുള്ള കാടും. ഊട്ടി വരെ വന്നിട്ട് എങ്ങനെയാണ് ക്യാരറ്റ് എന്നാണ് വീട്ടിൽ പോലെ സംവേർ നിയർ ഊട്ടിയിൽ നിന്ന് ഗൂഡല്ലൂർ പോകുന്ന ബൈക്കിലെ ഒരു അടിപൊളി സ്ഥലം. നമ്മളാരും ഇതുവരെ മസനഗുഡി വഴി ഊട്ടിക്ക് പോകാത്തതുകൊണ്ടും നമ്മളാരും ഇതുവരെ മസനഗുഡി കണ്ടിട്ടില്ലാത്തതുകൊണ്ടും നമ്മൾ ഗൂഡല്ലൂർ വഴി ഒന്ന് മസനഗുഡി കണ്ടിട്ട് തിരിച്ചു വരാമെന്ന് ചോദിച്ചു. നമ്മൾ മസനഗുഡിയിലേക്ക് കയറുമ്പോൾ തന്നെ കാണുന്നത് കുറേ മാനിയും കുരങ്ങന്മാരെല്ലാം. നമ്മൾ ഈ റോഡ് സഞ്ചരിക്കും തോറും നമ്മൾ ഊട്ടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് 36 ഹെയർ പിന്ന് കയറിയിട്ട് വേണം നമുക്ക് ഊട്ടിയിലെത്താൻ. പക്ഷേ മസനഗുഡി വരെ മാത്രമേ റോഡ് ഓപ്പൺ ഉള്ളൂ. നമ്മൾ പോകുമ്പം ഈ റോഡ് ചൂസ് ചെയ്യാത്തതിന്റെ മെയിൻ 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ പുറപ്പെട്ട രാത്രിയാണ്, 2 നമ്മൾ ഇതിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോയി. കാരണം എന്ന് വെച്ചാൽ രാത്രി മാത്രമല്ല ഈ റോഡ് 1 മാസത്തേക്ക് അടച്ചിട്ടിട്ടാണ് ഉണ്ടായത്. മസനഗുഡിയിൽ നിന്ന് ഊട്ടിയിലേക്ക് ഒരു ടൂറിസ്റ്റ് വെഹിക്കിളിനും കടത്തി വിടുന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഗൂഡല്ലൂർ വഴിയാണ് പോയിട്ടുണ്ടായത്. തിരിച്ചു വരുമ്പോൾ മസനഗുഡി കാണുന്നില്ലോണ്ട് മാത്രം നമ്മൾ ഗൂഡല്ലൂർ വഴി മസനഗുഡി വന്നിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരാനായിരുന്നു നമ്മുടെ പ്ലാൻ. അങ്ങനെ മസനഗുഡി പോയി തിരിച്ചു വന്ന് നമുക്ക് കിട്ടിയ ആകെയിലൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ കുറച്ച് കുരങ്ങന്മാരെയും ആനേനെയും മാനിനെല്ലാം കണ്ടു എന്നുള്ളതാണ്. നമ്മള് മസനഗുഡി വഴി ഊട്ടിയിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മള് തിരിച്ചു വരുമ്പം മസനഗുഡി വഴി വരാന്ന് വിചാരിച്ചത്. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ 1 മാസത്തേക്ക് ഹൈക്കോടതിന്റെ ഓർഡർ പ്രകാരം മസനഗുഡി വഴി നമുക്ക് ഊട്ടിയിലേക്ക് പോകാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാല് നമ്മള് ഗൂഡല്ലൂർ വഴി വന്ന് എന്റെ മസനഗുഡി മാത്രം ഒന്ന് കണ്ടിട്ട് തിരിച്ച് ഗൂഡല്ലൂർ വഴി ഇപ്പൊ ബന്ദിപ്പൂരേക്ക് പോയിക്കൊണ്ടിരിക്കാന്ന്. ബന്ദിപ്പൂർ ഫോറസ്റ്റ് കഴിഞ്ഞ് നമ്മളിനി ബത്തേരി വഴി നാട് പിടിക്കും. ഇതാണ് പ്ലാൻ. അപ്പോ ഇനി ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് കഴിച്ചിട്ട് നേരെ വയനാട് വഴി വീട്.
ഓക്കെ, നമ്മള് കൊറേ ട്രാവൽ ചെയ്ത് ഊട്ടിന്ന് പുൽപ്പള്ളി വഴി, അതായത് ബന്ദിപ്പൂർ വഴി വന്ന് കർണാടക കയറി, കർണാടകയിൽ നിന്ന് ബത്തേരി വന്ന് പുൽപ്പള്ളി വഴി ഇപ്പൊ മാനന്തവാടി കഴിഞ്ഞ് നമ്മളൊരു ചായപ്പീടിയിൽ എത്തിയിട്ടില്ലേ. സോ നമ്മള് നാട്ടിലെത്താൻ പോയിരുന്നു. ബാക്കി